കിടു നമ്മളെവിടെ പോവാ? കിടോ പൊന്നെ നമ്മളെവിടെ പോവാ? ആടി ആടി നിൽക്കുക. ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം കേട്ടോ എവിടെ പോവാ. കയറിക്കോട്ടെ അതിനെ കയറ്റി ഇരുത്തിക്കോ. ഞാൻ നടന്നോളാം താഴോട്ട്. ഞാൻ താഴോട്ട് നടക്കാം. അവൻ ഫ്രണ്ട് നിർത്തിക്കോ. കൂടെ വരും. അപ്പയുടെ കൂടെ താഴോട്ട് വാ. അവന് മടിയായിട്ടാണ് എന്താ ഗേറ്റൊക്കെ തുറക്കുവോ? കയ്യിൽ ഗ്ലൗസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തേനിയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ 2-ാം തീയതി തൊട്ട് പോകണം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അപ്പോൾ വീണേൻ്റെ അന്ന് കവിളത്തൊക്കെ ഉള്ളായിരുന്നു മുറിവ്. പിന്നെ അറിയുന്നത് കണ്ണിൻ്റെ താഴെ ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട് തല മൊത്തം മുറിഞ്ഞിരിക്കുവാണ്. മൂക്കിൻ്റെ ഇവിടെ, നാക്കിൻ്റെ അടിഭാഗം പഴുത്തു. അതുകൊണ്ട് അധികം കഴിക്കാനോ ഒരുപാട് സംസാരിക്കാനോ പറ്റുന്നില്ല. കാലിൻ്റെ തുട ഇടതുവശം മേളിൽ നിന്ന് താഴെ വരെ ഉരഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഒന്നാമത് പറ്റിപ്പോയെന്ന് പറയുമ്പോൾ കുറേ ആയിട്ട് ഗുളിക കഴിക്കലില്ലല്ലോ. ഗുളിക കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആയിട്ട് ഗുളിക കഴിക്കുന്നില്ല. ഒത്തിരി നാളിന് ശേഷം വന്നു. ഞാൻ മലപ്പുറത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയൊരു ടോയ്ലറ്റിൽ പോയി. പിന്നെ അവർ വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് എടുത്തത് എന്നെ പുറത്ത്. അങ്ങനെ മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ പോയി. അവിടുന്ന് 2 ഇഞ്ചക്ഷൻ തന്നു. അപ്പം വേദന ഇവിടെ വരുന്നവരെയൊന്നും വേദന അറിഞ്ഞില്ല. ഇപ്പോഴും എനിക്കങ്ങനെ കാൽപാദം മൊത്തം മുറിഞ്ഞിരിക്കുക. വിരളെല്ലാം ഇങ്ങനെ മുറിഞ്ഞിരിക്കുക. അപ്പം ഷൂ ലൂസാക്കി ഇട്ടേക്കുന്നു. തണുപ്പ് കൊണ്ട് ഇടാതിരിക്കാനും പറ്റിയില്ല. അല്ലാപ്പത്തപ്പോൾ ചപ്പൽ തന്നെ ഇടുന്നേ. അങ്ങനെ വീണ്ടും എപ്പിലെപ്സിൻ്റെ ഗുളിക കഴിച്ചു തുടങ്ങി. പതുക്കെയാണ് പോകുന്നത് കേട്ടോ. വീട്ടിലൊരു സമാധാനമില്ല. അമ്മ എന്നെ കാണുമ്പോൾ കരയാൻ തുടങ്ങുക. കരഞ്ഞ് സമാധാനം തരാണ്ടിരിക്കില്ല. ഞാൻ ഇറങ്ങൂലായിരുന്നു. പിന്നെ വിചാരിച്ചു അമ്മേൻ്റെ വിഷമം കാണണം, അച്ചാച്ചിയുടെ സങ്കടം കാണണം, അതിലും നല്ല ഇങ്ങനെ ഇറങ്ങുന്ന. കുറച്ച് ദൂരം പോയി നോക്കിയിട്ട് തിരിച്ചു പോകാന്നുള്ള പ്ലാനായിരുന്നു, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ഇപ്പം ഇങ്ങെത്തി, കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ദൂരം വന്നിട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല. എനിക്ക് ഷോൾഡറും ഒക്കെ നല്ല വേദനയുണ്ട്. അല്ലെങ്കിലും കല്യാണം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പുതുക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തിരിച്ചു വന്നിരുന്ന കുഞ്ഞാവ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഇന്ന് രാവിലെ അവൻ തിരിച്ചു പോയി. ഇതൊക്കെ മാറുമായിരിക്കും അല്ലേ? എൻ്റെ അക്കയ്ക്ക് സന്തോഷമായോ എന്തോ. അക്ക വേണേൽ പറയാം അക്ക ആളെ വിട്ട് തല്ലിച്ചാന്ന്. അക്ക തല്ലിച്ചല്ല, അക്ക മാന്തിച്ചു തന്നെ ഞാൻ പറയും. ഇത്രേ പറ്റിയുള്ളെന്ന് ഓർത്ത് സമാധാനിക്കാം. ഇതിലും പറ്റിയ സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് മനസ്സിലായി ഈ സൈഡ് ഉരഞ്ഞിട്ട് ഈ സൈഡും എല്ലാം ഉരഞ്ഞ് തലയെല്ലാം കൂടെ ഞാൻ തറയിൽ കിടന്ന് തലകുത്തി മറിയുമായിരുന്നു. നാക്കൊരു പ്രശ്നമാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ൂരിയാലോ കൊടുത്തിട്ടില്ല നീ കേട്ടോ. കരിക്ക് കുടിക്കാൻ തന്നെ ഗ്ലൗസ് ഇടണോ? കേരളം വിടുന്നതിന് മുന്നേ കാണിക്കാൻ പറഞ്ഞു. ചവയ്ക്കാൻ പറ്റൂല, അക്ഷം മാത്രമേ ഉള്ളൂ. എന്തോ വേണ്ടാ ചമ്മന്തി വേണോ? അയ്യാ, ഒരു തൂപ്പങ്ങ് തൂത്ത്. ഓർത്തില്ല മുറിഞ്ഞത്. ഒരൊറ്റ തൂപ്പ് ഞാൻ തന്നെ. ഞങ്ങൾ കഴിക്കാൻ വന്നാണേ. ആരും എൻ്റെ മുറിവേലോട്ട് നോക്കല്ല, ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി. കണ്ടാ തേയിലത്തോട്ടം, കണ്ടാ തേയിലത്തോട്ടം. പല വീഡിയോയിൽ ഞാൻ ഈ കടയൊക്കെ കാണിച്ചിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കൊമളയില്ല. എന്തോ ഇനി ഉപയോഗിക്കുന്നത്? അത് വിൽക്കുന്നതല്ല, അത് ചുമ്മാ ചേച്ചി കളിക്കാൻ വെച്ചേക്കുന്ന. തരൂല്ലടാ. അതൊക്കെ വിൽക്കാനല്ല, ചേച്ചിയുടെ അത്. ചേച്ചിക്കും വീട്ടുകാർക്കും കളിക്കാനാ മോനെ. മുട്ടുവേദനയ്ക്ക് നല്ല. എന്ത് ചെയ്തു തന്നെ എടുത്തോ? ഓ, ഇത് മറ്റേ അന്നമഷിയല്ലേ? മരത്തേല് സ്ലൈറ്റ് പണ്ട് തുടക്കുന്നത് അത് തന്നെയാ. മരത്തേൽ ഒട്ടിയിരിക്കുന്ന ഒരു സാധനം ഇളക്കി എടുക്കുന്നല്ലേ? ഈ പിന്നെ എന്താ പറയുക, ഷെയ്ഡയിലൊക്കെ ഈ ഭിത്തി ഒട്ടി അത് തന്നെയാണ്. അതല്ലേ ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്നല്ലേ? ഇത് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ വീഡിയോ ഉണ്ടായിരുന്നു. ഇത് എവിടുന്ന് പൊക്കിയതാ? അതിനെത്രയാ അതിന്റെ സാധനം? ആ, കാറ്റ് കൊള്ളാടാ. ഉടനാണ് 80 രൂപ. 80 രൂപ. ഇപ്പൊ തണുപ്പായുണ്ട്. ആ, ജാക്കറ്റ് ഇട്ടു, ഫാനിന്റെ കാറ്റും. ഇത് ഞങ്ങളുടെ നാട്ടിലെ അണ്ണാമഷി എന്ന് പറയാം, മരത്തേലും ഭിത്തിയിലും ഒക്കെ ഇരിക്കുന്നേ. ഇതിവിടെ ഇതെന്നാ വിലയാ? കിലോയോ? ഇങ്ങോട്ട് കൊണ്ട് തന്ന എത്ര രൂപയ്ക്ക് എടുക്കും? അങ്ങനെയാണ് ഞാൻ ഒരു വണ്ടി നിറയെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. മേടിക്കണ്ട, കൊണ്ടു തരുന്നുണ്ട്. കൊടൈക്കനാലിലെ കാക്കിലോ റംബൂട്ടാൻ എത്ര അറിയോ? 150 രൂപ, 1 കിലോ 600 രൂപ. റംബൂട്ടാനോ? ഞാൻ സീസൺ ആകുമ്പോ അവിടെ എങ്ങാനും പോവാ. ഇത് മുട്ടുവേദനയ്ക്ക് സൂപ്പ് വെച്ച് കുടിക്കുന്ന കേട്ടോ, നമ്മുടെ അണ്ണാമഷി. ഇത് മനസ്സിലായവർ നിങ്ങളുടെ നാട്ടിലെ പേരിട്ടോ. ഇതിന് മുട്ടുവേദനയ്ക്ക് സൂപ്പ് വെച്ച് കുടിച്ചാൽ മതി. തന്നമ്മനെ അപ്പം ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. എൻ്റെ കടയിൽ അവർ പറഞ്ഞു ഒന്നും വിൽക്കാനല്ല, എന്നാ കിട്ടിയ ഗ്യാപ്പിൽ അവൻ ഒപ്പിച്ചതാ. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. അല്ല, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫാനും കൊണ്ട് കിടക്കൂലേ? ഓ, ആ ചേച്ചിയോട് താങ്ക് യു പറഞ്ഞോ? പോയിട്ട് വരാന്ന് പറഞ്ഞോ? പോയിട്ട് വരാന്ന് പറ. ഓ, വലിയ പുള്ളിയാ. ആ, വണ്ടിയുടെ നമ്മുടെ വണ്ടി ഇരിക്കുന്ന കണ്ടോ? നേരെ ഉറങ്ങി വല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴൊന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിയായി. മരുന്ന് കഴിക്കാനുണ്ട്, മരുന്ന് കഴിക്കാം. വെളിച്ചെണ്ണ നോക്കാം, കട്ടിയായിരിക്കുന്നത്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. നാളെ വണ്ടി, നാളെ കണ്ടോ സാധനം? എന്ത് നാളെ ചാടി ചാടി വരുന്നുണ്ടോ? നോക്കി കണ്ടോ? തമിഴ്നാടിന്റെ ഒരു വൈബ് വന്നത് ഇപ്പളാ. കണ്ടോ? ഇടൂ, എങ്ങനെയാ കൈ കാണിച്ചേ? എന്നെ ഞാൻ അധികം കാണിക്കുന്നില്ല, എല്ലാവർക്കും വിഷമാവും. എങ്ങനെ കാണിച്ചാലോ എന്നെ പകുതി? എന്നെ ഞാൻ അധികം കാണിക്കുന്നില്ല, എല്ലാവർക്കും വിഷമായാലോ. പെട്ടെന്ന് നോക്കി ഇവർ കൊച്ചി ചേർക്കാൻ നിൽക്കുന്നു. ഏതാ കിടുവല്ലേ? കിടുവല്ലേ? പെട്ടെന്ന് നോക്കിയവർ കൊച്ചി ഇറക്കാൻ നിൽക്കുന്നത്. ഇത് കണ്ട ഹാൻഡ് ബാഗ് പിടിച്ച് കിടക്കുന്ന ആങ്ങളാ. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. വെയിലുണ്ട്, ഭയങ്കര വെയില്. കുളിരായിരുന്നു. ഇപ്പം നല്ല രസമുണ്ട്. വെന്ത് ചാകുക. ആ കൈയുടെ പൊത്തയ്ക്ക് തൂത്തോട്. ഇല്ല, ഇവർ തൂക്കുന്ന ഇങ്ങോട്ടോ തിരിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഞാനെടുക്കും. ഇത്രയൊന്നും തേക്കാറായിട്ടില്ല. എനിക്കറിയോ. അതല്ല, ഇതിന്റെ വില എത്രയുണ്ട്? സുഞ്ചു എത്ര രൂപ?
ഏത് മറ്റേ സാധനം സെൽഫി സ്റ്റിക്കോ? സെൽഫി സ്റ്റിക്ക് അല്ല, പിന്നെ നിന്റെ ഫാൻ എന്തിയ ഫാൻ? എവിടാ ഇതെന്തുവാ അല്ലയോ? എവിടാ കിടക്കുന്നേ? നിറയെ മുന്തിരിങ്ങയുണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ നിർത്തിയെടുത്ത് കാണാൻ പറ്റുന്നില്ല. കൊള്ളാലോ. എന്താക്കളെ അച്ഛൻ മുന്തിരി ഞാൻ പോയി പറിച്ചു തരട്ടേന്ന്. കണ്ടോ ഇത്? കേരളം കണ്ടോ? കണ്ടോ? കണ്ടടിക്കുവോ? എന്താക്ക അക്ക എന്തോ പറഞ്ഞല്ലോ. ഇവിടെയാണോ ഫാമിലി ഫോട്ടോസ്? മുന്തിരിയൊക്കെ ചീഞ്ഞു തുടങ്ങിയോ? നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഇവർക്കൊക്കെ ഒരു സംശയം ഇത് ഞാൻ തന്നെയാണോന്ന്. പിന്നെ കിടുവിനെ എന്നാണ് ഞാൻ വെച്ച് മനസ്സിലാക്കുന്നതാണ് ഇത് ഞാനാണെന്നുള്ളത്. നല്ലൊരു മുന്തിരി തോട്ടത്തിൽ വന്നപ്പോൾ എൻ്റെ കോലം ഇതായിപ്പോയില്ല. പക്ഷെ ഒത്തിരി കുറഞ്ഞു കേട്ടാ. ഇന്നലെ മറ്റേ ബണ്ണ് വായിൽ വെച്ച് ചവച്ച പോലെയായിരുന്നു. നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഇവനെ അലമ്പന വരുമ്പോ അവ ഉറങ്ങുവാണ്. അപ്പൊ അതിന്റെ നാക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ കടിക്കാനോ ഒരു കഷ്ണം വെച്ചിട്ടോ? ആ അന്നാണ് മേടിച്ച് കഴിക്കേ. ഈ ഉറങ്ങി കിടക്കുന്നവനെ കൂടെ വാങ്ങിച്ചു കൊടു. സുഞ്ചു കരിമ്പോണോ? സുഞ്ചു കരിമ്പോണോ തിന്നാൻ? കരിമ്പോണോ? ഓടി കരിമ്പോണോ തിന്നാൻ? വേണ്ട വേണ്ട, ഉറങ്ങും ഉറങ്ങും. ഓ ഞാൻ പഠിച്ച തമിഴ് ഇതല്ലല്ലോ. പാത്രം നോക്ക്. ഓ എൻ്റെ കുഞ്ഞ് എന്ത് മിടുക്കനാ. ചോറിലൊന്ന് നോക്കി എന്ത് മിടുക്കനാ. മോരുണ്ടായിരുന്നേ, മോര് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇതിൻ്റെ അടിഭാഗം പഴുത്തിട്ട് എരിവൊന്നും പറ്റുന്നില്ല. വർത്തമാനമൊക്കെ ആലോചിച്ചാണ് കഴിക്കുന്നത്. തൽക്കാലം പച്ചമോരാ. എരിവുണ്ടോ ചേച്ചി? എരിവുണ്ടോ? എരിവിന് ആ ടീക്ക് ശരി ശരി. ഗ്ലാസ്സിൽ തരാന്ന്. ഗ്ലാസ്സിൽ തരാന്ന്. ടംബ്ലറിൽ തരാന്ന്. കണ്ടിട്ട് കൊതിയാവും. ഈ ചോറുണ്ടാകും കേട്ടോ. പച്ചരി ചോറല്ലേ. ഇനി അതേ നടക്കും. ഇനി ഈ പോകുന്ന വഴിക്ക് അറിയാൻ ആരുമില്ല. ഇവ കാണുന്നവരെല്ലാം ഇന്നലെ ബസ്സിൽ വന്ന വഴി ഹലോ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പം വീണതാ ബാത്റൂമിൽ. മൊത്തം മുറിവാ. ഞങ്ങളുടെ വണ്ടി, ഞങ്ങളുടെ 2-3 പേരുടെ ലഗേജ് ഇതിലുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ. ഇതാണ് ഞങ്ങളുടെ ട്രിപ്പ് വണ്ടി. എണീറ്റ് നിൽക്കാൻ ആവതുണ്ടേ പോകുമെന്ന് തീരുമാനിച്ചു. കാരണം എത്ര കാലം കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എത്രയോ നാളായി അണ്ണാണി പ്ലാൻ ചെയ്യുന്നു, ഈയിടെയായിട്ട് ഞാനും പ്ലാൻ ചെയ്തു. കുഴപ്പമില്ല, അപ്പം അതൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങ് പോകും. കുറച്ച് ഇപ്പോഴേ ഉള്ളു ഇത്തിരി ചൂട്. ഇത്രയും നേരം നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് വലിയ പുകച്ചിലില്ല. ഇങ്ങനെ തണുത്തിരിക്കും. അയ്യോ ഞാൻ കയറിയില്ല. അതായത് അതൊക്കെ ഇങ്ങനെ കയറും.
ഞാൻ കയറിയിട്ടാണ് അടുത്ത ആൾ കയറുള്ളൂ. കാരണം എനിക്ക് കാലങ്ങനെ എടുത്ത് പൊക്കൂല. പണ്ടിച്ച കഴിഞ്ഞ ദിവസം വരെ അള്ളിപ്പിടിച്ച് എവിടെയും കയറിക്കൊണ്ടിരുന്ന ഞാനാ. ഇപ്പം വയ്യ. അയ്യോ, ഇല്ല തരത്തില്ല. സുനിൽ കണ്ണാടി എന്താണേ സഞ്ജു അന്തസ് അറിയാമോ? ഇനി ഇവനെ എങ്ങും കൊണ്ടുവരത്തില്ല. ഇവനെ പോലെ അക്ഷരം പിടിച്ചൊരു ചെറുക്കൻ. ഇനി ഞാനും ദീപ്തി, അമ്മും കുഞ്ഞാവേയും മണിയമ്മയും സുലുവമ്മയും അച്ചാച്ചോടെ പോയി ഇവനെ ബാഗ് എടുത്തിട്ടാ പറഞ്ഞാൽ അജയ്മോന്റെ എടുത്തിരുന്നോളൂ. നീ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമോ? നീ ഒരു വക അനുസരിക്കും. നിന്റെ കണ്ണാടി എന്തിയടാ? നിനക്ക് വേണ്ടേ തന്നെ വേറെ പിള്ളേർക്ക് ആർക്കെങ്കിലും കൊടുത്തോളാം. നോക്കട്ടെ അപ്പാ. ഐ സുന്ദരൻ ബാ. ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മൾ ഗ്ലാസ് ഹൗസ് കണ്ടിട്ട് വേറൊരെണ്ണം വിളിച്ചപ്പോൾ 15,500 രൂപ ഒരു ദിവസം. വിളിച്ച പോലെ ഗുഡ് നൈറ്റ് പറഞ്ഞു വെച്ച്. ബജി, മുട്ട ബജി, போடுங்க போடுறேன். அண்ணாணி வேணா கீச்சன் எடுத்து உங்கள் மொபைலில் உள்ள ஃபோட்டோஸ் கொடுத்தா கீச்சனில் ஃப்ரிட்ஜ் மேண்ட்லாம் செட் பண்ணிடுவோம். மொபைல் ஃபோட்டோ எந்த பாஷையில் പറഞ്ഞാലും കുഴപ്പമില്ല. நீங்கள் ரெடின்னு சொல்லுங்கள் மேடம். ரெடி. உங்கள் ஃபோட்டோ கீச்சன்ஸில் ஃப்ரிட்ஜ் மேக்னெட்லாம் செட் பண்ணி தருவோம். மொபைலில் உள்ள நீங்கள் எந்த ஃபோட்டோ கொடுத்தாலும் கீச்சனில் ஃப்ரிட்ஜ் மேக்னெட்லாம் பண்ணுவோம். இது கொடைக்கானல் சில்வர் ஃபால்ஸில் மெயின் கேட்டில் பக்கத்தில் இருக்கிறோம். നമുക്കിതെല്ലാം ചെയ്തു തരും. നമ്മൾ 2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കീ ചെയിൻ ആക്കാനും മാഗ്നറ്റ് ആക്കാനും വേണ്ടിയിട്ട്. നമുക്ക് പോയി കറങ്ങിയിട്ട് വരാം, അപ്പോഴത്തേക്ക് കിട്ടും. കണ്ടാ ആരൊക്കെ എന്നോട് മിണ്ടാൻ വരുമ്പോൾ അവർക്കൊരു സംശയം, ഞാൻ തന്നെയാണോ നിന്റെ മുഖം കണ്ടിട്ടേ. ഇപ്പോൾ കൊടൈക്കനാൽ എത്തി കേട്ടോ. അതിന് തൊട്ട് മുന്നേ ഉള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ ചോളോ അതും ഇതുമൊക്കെ തിന്ന് നമ്മൾ കീ ചെയിൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാവേ. ശരീരമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കാലൊക്കെ. പക്ഷെ വീട്ടിലിരുന്നതിനെക്കാട്ടി നന്നായി. ഞാൻ ആകെ കൺഫ്യൂഷനായിരുന്നു ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഇറങ്ങിയതാണ് നല്ലത്. അതുകൊണ്ട് കൊള്ളാം. ഇല്ല വീട്ടിലെ എനിക്ക് അമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യ. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അമ്മ കരയുക. അമ്മ പറയുന്നത് എൻ്റെ റാണിയക്കയുടെ എന്തോ കൂടോത്രമായതൊന്ന്. അക്കനെ കണ്ടത് ഇപ്പോഴല്ലേ, ഇത് എത്ര കാലം കൊണ്ടുള്ള സംഭവമാണ്. അതുണ്ടോ തീ കായുന്നേ. ஏர் கண்ணா பஞ்சர் வச்சுன்னா நான் கூப்பிடுறேன், மாற்றி கொடுங்க. சரிங்க. ഇതിൽ തിന്നാനുണ്ടോ? ഇവിടെ എല്ലാം മറ്റേ തണുപ്പത്ത് മാഗി ഉണ്ടാക്കി വെക്കുന്നുണ്ടേ. കണ്ണൂരമ്മ ദേഷ്യം വരുമ്പോൾ എന്നോട് പറയുന്ന, ഞാൻ വല്ല ഹിമാലയത്തിലും പോയിട്ട് മാഗി വിറ്റ് ജീവിക്കാൻ പോവാന്ന്, മാഗി ഉണ്ടാക്കി ജീവിക്കാൻ പോവാ. എല്ലാ ബിസിനസ്സും കഴിഞ്ഞ് അവളുടെ പുതിയ ബിസിനസ്സാണ്
മലമുകളിൽ പോയി തണുപ്പുള്ളിടത്ത് പോയിട്ട് മാഗി ഉണ്ടാക്കി കഴിക്കുന്നത്. കൊള്ളാട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ട് ഏതൊക്കെയോ മാർക്കറ്റുകളുണ്ട്, പോകണം കാണണം എന്നൊക്കെ അണ്ണാണി പറയുന്നുണ്ട്. നാളെ ഫുള്ള് മന്നവനൂരാണേ. അതെല്ലാം കണ്ട് പാടൊക്കെ പോകുമായിരിക്കല്ലേ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക്. പോയാ പോട്ടെ. സ്ട്രോബെറി എവ്വളോ അണ്ണാ? വേണ്ട. അയ്യേ, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട. എങ്ങോട്ടാ ഈ വണ്ടിയിൽ പിടിച്ചിട്ടുണ്ട് പോകുന്നതിന്? നമുക്ക് മുട്ട കഴിക്കാനാണ്. മുട്ട കഴിക്കാം. അതെ, മുട്ട കഴിച്ചാലെന്താ? മുട്ട മുട്ട പുഴുങ്ങിയിട്ട് മറ്റേ മസാല എന്തോ തേച്ച് തരുന്നേ. മുട്ട ബജി എന്തെങ്കിലും കഴിക്കാം. അവിടെ മാഗി ഉണ്ട്. എന്നാ നമുക്ക് മേളിപ്പോട്ട് മേടിക്കാം. അല്ല മതി, എനിക്കൊരു മടുപ്പ്. അല്ല സാധനം വേണ്ടേ? അത് എത്ര നേരം എടുക്കും? പാറാ. അടുത്ത ദിവസം ഞാൻ വയനാട് പുൽപ്പള്ളിയിലെ ഉത്സവത്തിന് പോകാനായിരുന്നു. അന്ന് കുഞ്ഞാവയ്ക്ക് എന്നെ ആരെയൊക്കെയോ പരിചയപ്പെടുത്തണമായിരുന്നു. നേരെ നല്ല സമയമാണ്. നോക്കിയേ, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, തൊലിപ്പുറത്തുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊക്കെ എപ്പോൾ വേണേലും ശരിയാവാം, എപ്പോൾ വേണേലും പോവാം, അതുകൊണ്ട് അങ്ങനത്തെ കാര്യമൊന്നുമില്ല, വന്നാൽ എല്ലാവരെയും പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. നോക്കട്ടെ. പോലീസുകാരെ ഇവനെ പിടിച്ചോണ്ട് പോക്കോ? ഞാൻ കൊടുക്കത്തില്ലേ? ചൂടുണ്ടാ ഇതില്? ചൂടുള്ളത് ഏതാ? എന്നാ കോളിഫ്ലവർ വെച്ചതാ. നമ്മുടെ ബജ്ജി കിടന്ന് പോകുന്നുണ്ട്. ആ സാധനം കിട്ടണ്ടേ? ഗെയിമോ എടുക്കാൻ പോയിട്ടുണ്ട് ഒരാള്. ഒരെണ്ണം മേടിച്ച് കണ്ടുകൂടെ കഴിക്കുന്ന ഇത് തിന്നത്തില്ലടി, വെറുതെ മേടിച്ച് കളയണ്ട. എനിക്ക് വേണ്ട. വിൽക്കാൻ വെച്ചേക്കുന്നല്ല. അപ്പൊ കോളിഫ്ലവർ വെച്ച് തരാം. ഇത് രണ്ടെണ്ണം മേടിച്ച് കളയാം. മേടിക്കാൻ രണ്ടു കൂടെ. കോളിഫ്ലവർ വെജിയാ കഴിക്കുന്നത്, വേറൊന്നും അല്ലേ. എന്റെ വെജി ഉള്ളു. നീ കഴിക്കുമോ മൊത്തം? കഴിച്ചില്ല നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകും. ചേച്ചി പറഞ്ഞു ചേച്ചി, മൊത്തം കഴിച്ചില്ല ഇവിടെ നിർത്തണേ. ആ കോളിഫ്ലവർ. ഇതാണ് കോളിഫ്ലവർ. ആ ചൂടുണ്ട്. ഇതിപ്പോ ഞാൻ പിടിക്കുന്നതല്ലാണ്ട് എനിക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എനിക്ക് എരിവും പറ്റൂല, ചൂടും പറ്റൂല. ഇത് പഴുക്കുവാണോ കരിയുവാണോ? കരിയുവാണ്. മഞ്ഞളാകുമ്പത്തേ ഇതോ അത് കളർ പോകാൻ ഇതെല്ലാം 2-3 ദിവസം കൊണ്ട് പറന്ന് പൊളിഞ്ഞല്ലേ ഇവിടെ ഉമ്മ ചെയ്യണത്. നാക്കിന്റെ അടിയെല്ലാം പൊളിഞ്ഞു. ആദ്യത്തെ മാഗ്നറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഓക്കെ. രണ്ടാമത്തേത് അച്ഛൻ കുഞ്ഞും. ഫാമിലി ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെ കീ ചെയിൻ നോക്കൂ. ആഹാ, ഇപ്പുറം കാണിച്ചു. റൂം എടുക്കാൻ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് കൊടൈക്കനാല് 2 കിലോമീറ്റർ. എത്തിയോ? ഇങ്ങ എന്താ റോഡ്? ഇത് ഏത് മുറിയാ? ഇതാണ് ഞങ്ങളെടുത്ത റൂം. നമുക്ക് 1500 രൂപയ്ക്ക് നല്ല റൂമാണ് ഇവിടെ കിട്ടുന്നത്. ബാത്റൂമുണ്ട്,
ഗീസറുണ്ട്, വെള്ളം ചൂടാക്കാനുള്ള കണ്ണാടിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തൊക്കെ റിമോട്ടുണ്ട്, താഴെ കാട്ടുപോത്തുണ്ട് കേട്ടോ. ഇതാണ് ബാൽക്കണി വ്യൂ. ഈ വരാന്തേ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. എനിക്കിപ്പോൾ എന്താ സുഖമായിട്ട് കിടന്ന് പുതച്ച് കിടന്ന് ഉറങ്ങണം, അത്രയുള്ള ആഗ്രഹം. അയ്യോ ഊര് നമുക്ക് പുറത്ത് പോവാം. ഏതിൻ്റെ ഒരു കാർഡ് എനിക്ക് തന്നല്ലോ. വരുന്നവരെ ഇതാ ഇതിൽ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. പൈൻ വ്യൂ കോട്ടേജ് ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് 1500-ൻ്റെ 2000-ൻ്റെ റൂം കിട്ടും. കൊടൈക്കനാലിന് ഇവിടുന്ന് 1 കിലോമീറ്റർ കേട്ടോ, അത്ര അടുത്ത് നിങ്ങൾക്ക് റൂം കിട്ടും. കൊള്ളാം, കബോർഡ്, കമ്പിളി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്കിത് ധാരാളം, വളരെ സന്തോഷം. എൻ്റെ കോലത്തിൽ മാത്രമേ ഉള്ളൊരു പ്രശ്നം, ബാക്കിയെല്ലാം ഓക്കെയാണ്. തലയെല്ലാം ഉണ്ടല്ലോ മുറിഞ്ഞ് ഇതേപോലെ ഇരിക്കുക. തല മൊത്തം ഇങ്ങനെ കൊച്ചു പൊട്ടല. ഞങ്ങളപ്പോൾ ഒന്ന് കൊടൈക്കനാൽ കറങ്ങി വരാവേ. നമ്മൾ മാത്രമല്ല, ഇവിടെ ഗസ്റ്റ് വേറെ ഉണ്ട്. പിന്നെ കണ്ടോ, നമുക്ക് സ്വന്തമായിട്ട് ബാൽക്കണി. ഇതാ നമ്മുടെ റൂം. പോത്തുകാട്ട് ആരുടെ? ഇല്ല വേണ്ട. അപ്പം അതെ, നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടുത്തെ ഓണർ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഫുഡ് വെച്ച് തരും. നമ്മളപ്പോൾ 8 ചപ്പാത്തി ശകലം ചിക്കൻ കറിയുമാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞു മിനിമം നമ്മൾ 1/2 കിലോ എങ്കിലും എടുക്കണം. 1/2 കിലോ 1 കിലോ അങ്ങനെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കറിയാക്കി ബാക്കി 65 ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം. പണ്ട് നോർത്തിലായിരുന്നപ്പോൾ ഇതുപോലായിരുന്നു. തണുപ്പത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓണർ ഇങ്ങനെ നല്ല ചൂട് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ തരും. ടാറ്റാ. ഇതാണ് ഓണർ. ഇവങ്കതാ നല്ല സാപ്പാട് സെഞ്ചു കൊടുപ്പാങ്ക വരണം. ഛേ, ഞാൻ മലയാളമല്ലേ പറയണ്ടേ. ഇതാണ് ഓണർ. വരുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ വെച്ച് തരും. ഞാൻ മുമ്പേ കാണിച്ച കാർഡില്ലേ, ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ജംഗ്ഷന്, കട, തണുപ്പ്, ഐസ്. ആഹാ, ഞാൻ വരാൻ കാത്തിരുന്ന ലൈറ്റിടെ. ഓക്കെ, ഞാൻ എത്തി. ഞാൻ പ്രകാശവുമായി എത്തി. വെള്ളം ചാടുന്നുണ്ടോ? ചൂടുണ്ട് കിടുവേ, ചൂടുണ്ടടാ. കപ്പലണ്ടിക്ക് ചൂടുണ്ടടാ. ആ പോയാൻ കയറുവാണോ? ഇടിച്ചോ? കിടു എവിടെ? ഒളിച്ചിരിപ്പുണ്ട് ഇവിടെ. ചാടിക്കോടാ. അവൻ തന്നെ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചു. ആരാണത്? കൊള്ളാവോ കിടു? സൂപ്പറാണോ? ചൂടാണോ? അവരമ്മയും മോനോട് ഗുസ്തിയാ. ഗുളിക ഉണ്ടെന്ന് പറഞ്ഞു തരണ്ടാണ്, പേടിയുണ്ടല്ലേ. ചിക്കൻ ഫ്രൈ എരിവ
ആണല്ലേ? എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ? വേറെ ടേസ്റ്റ്. എരിയുണ്ടോ കൊടു? കഴിച്ചോ? നല്ലാണോ? അടിപൊളിയല്ലേ? കുറച്ചും ഉണ്ടാക്കാൻ പറഞ്ഞാലോ? നല്ല കോഴിക്കറി. ഇതെന്താണ്? ചമ്മന്തിക്കറിയോ? എനിക്ക് 2 വെച്ചാൽ മതി. എനിക്ക് ഇനി ഒഴിച്ചൊന്ന് വീഡിയോ എടുത്തിട്ട് പാത്രം മാറ്റാതെ എനിക്ക്. ദോശയുടെ ചമ്മന്തിയാ? നല്ല ചമ്മന്തി. ദോശയുടെ ചമ്മന്തി വേണോ? ഞാൻ വിളകട്ടെ.